അവരിതുവരെ വന്നില്ലല്ലോ. വരും. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൂടെ തയ്യാറാക്കട്ടെ. ഓ, ശങ്കുണ്ണേട്ടാ, നല്ല സ്ട്രോങ്ങിൽ 2 ചായ. ഓ ശരി. എന്തായി പോയ കാര്യങ്ങൾ? എന്തേ വൈകിയത്? വിസ്മയ ഇറക്കി രാത്രി തന്നെ പോരാനിരുന്നതാ. അപ്പോഴാ വിനയൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നും ഇന്നോ നാളെയോ ഡിസ്ചാർജ് ഉണ്ടാവുമെന്നും അറിയുന്നത്. എന്നാ പിന്നെ അക്കാര്യം നേരിട്ടറിയാന്ന് ഞാനും ശിവനും തീരുമാനിച്ചു. എന്നിട്ട് എന്തായി? അത് പിന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു പോയാൽ നടത്താതിരിക്കുമോ? അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ കുറച്ച് ക്യാഷും കൂടെ ചെലവാകുന്നേ ഉള്ളൂ. അത് സാരമില്ല. അല്ല, വിസ്മയുടെ അടുത്ത സ്കാനിങ് ഡോക്ടർ എന്നാ പറഞ്ഞത്? അതൊക്കെ നമ്മൾ കരുതിയതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും. എല്ലാം നോർമലാ ചേച്ചി. എല്ലാം ഈശ്വരാനുഗ്രഹം. അല്ല മഹേശ്വരി, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിസ്മയുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നമുക്ക് അജയനെ അറിയിക്കണ്ടേ? 10 മാസം എന്ന് പറയുന്നത് ഇതാന്നും പറഞ്ഞങ്ങ് പോവും. നല്ല കാര്യായി. ചേച്ചി എന്താലോചിച്ചിട്ടാ പറയുന്നത്? അവൻ ഏതാ പെണ്ണെന്ന് കണ്ടുപിടിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാ US പോയത് തന്നെ. അങ്ങനെയുള്ള അവനോട് നമ്മളായിട്ട് എഴുന്നള്ളിക്കണോ? അല്ല, എനിക്കിന്നലെ ഉറക്കം വരാതെ കിടന്നപ്പോ അങ്ങനെ ഒരു തോന്നല്. ഇനിയിപ്പോ അവനെ അറിയിച്ചിട്ട് വേണം നമ്മൾ എല്ലാവരുടെയും ഉറക്കം കിടാൻ. ഇപ്പൊ എന്തുണ്ടായാലും ഇക്കാര്യം അവനെ അറിയിക്കാൻ പറ്റില്ല. അവനായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴല്ലേ. അപ്പൊ നോക്കാം. ചേച്ചി, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവന് നന്ദയുമായി ഇപ്പോഴും എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ എളുപ്പമൊന്നും അത് പറിച്ചു മാറ്റാൻ പറ്റില്ല. ചായ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വിസ്മയുടെ കാര്യം അവനെ അറിയിച്ചാൽ അവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി രണ്ടിനെയും 2 വഴിക്ക് പിരിക്കാൻ പറ്റില്ലെന്നാ. ചിലപ്പോ വിപരീത ഫലമാണ് ഉണ്ടായതെങ്കിലോ? നമ്മൾ അവനെ ചതിച്ചെന്ന് പറഞ്ഞ് അജി നന്ദയുമായി മാറി താമസിച്ച? അയ്യോ, അതൊരു കുരുക്കാവും. ഞാനത് ആലോചിച്ചില്ല. ആ കുരുക്കുണ്ടാകാതിരിക്കാനാ കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രം അവൻ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ആ കുഞ്ഞ് സ്വന്തം രക്തത്തിലുള്ളതാണെന്ന് അവൻ അറിഞ്ഞാ പിന്നെ അവൻ അതിനെ അംഗീകരിക്കേണ്ടി വരും. ഒരച്ഛനായി മാറിയെന്നറിയുമ്പോൾ അവനത് സ്വയം അംഗീകരിക്കും, ഉറപ്പാ. ഇപ്പൊ നന്ദയിൽ ഒരു കുഞ്ഞില്ലാത്തത് അവന്റെ ഉള്ളിലൊരു വിങ്ങലായിട്ടുണ്ട്. അവനത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കുഞ്ഞ് അവന്റെ ചോരയാണെന്നറിഞ്ഞ ആ വിങ്ങലൊരു ആശ്വാസമായി മാറുമെന്ന് തീർച്ചയാ. അതുകൊണ്ട് അളകാന്തയുടെ പിന്നാലെ അവൻ പോവില്ല. അവക്കാണെങ്കിൽ കുഞ്ഞിന്റെ മേലെ അവകാശം പറയാനും പറ്റില്ല. നമ്മൾ ജയിക്കൂന്നേ. ആശയം കൊള്ളാം. അവന്റെ സന്തോഷവും അവളുടെ കണ്ണീരും നമ്മുടെ വിജയവും ഒരേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. നന്ദയ്ക്ക് കുട്ടിയിൽ ഒരു അവകാശവും ഇല്ല എന്നത് നമ്മുടെ തുറുപ്പ് ചീട്ടായിട്ട് മാറും. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യത്തിനും കൂടെ നമ്മൾ ഇപ്പോഴേ ഉത്തരം കണ്ടുവെക്കാൻ മറക്കരുത്. എന്ത് ചോദ്യം? എന്തുത്തരം? മനസ്സിലായില്ല. നന്ദയെ അജയൻ ഡിവോഴ്സിലൂടെ തള്ളിപ്പറയും. പക്ഷേ വിസ്മയെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടാലോ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.